സക്സസ് ഫയലിലേക്ക് സ്വാഗതം. PSC ഇനി വരുന്ന പരീക്ഷകളിലും ആവർത്തിക്കാൻ സാധ്യതയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്. കവിത വാഴക്കുല. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് ആരാണ്? ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴയുടെ കവിതയാണ് വാഴക്കുല. എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? എന്നാണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവത്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ് 2024 പരിസ്ഥിതി ദിനത്തിന്റെ ആപ്തവാക്യം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവത്കരണം, വരൾച്ച പ്രതിരോധം. 2024 ലോക പരിസ്ഥിതി ദിനം ഹോസ്റ്റ് ചെയ്ത കൺട്രി ഏത് എന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയാണ് 2024. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ദേശീയ പക്ഷി ഏത്? കേരളത്തിന്റെ ദേശീയ പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പൽ. ഒളിമ്പിക്സ്. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് 2028 2028 ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. 2028 ലോസ് ഏഞ്ചൽസിൽ. 2024 ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത്? പാരീസിലാണ് 2024 ഒളിമ്പിക്സ് നടന്നത്. അടുത്ത ചോദ്യം, ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബാണാസുര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിലാണ് ബാണാസുര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം രാമേശ്വരം. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ്. ചാൾസ് ബാബേജ്. ശ്രീലങ്കയുടെ തലസ്ഥാനം. ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോയാണ്. കൊളംബോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാൻ. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ആരോഗ്യ വകുപ്പ് മന്ത്രി ഇപ്പോഴത്തേത് ആരാണ്? ശ്രീമതി വീണ ജോർജ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം, ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ. മാരുതി ഉദ്യോഗ്, അമുൽ, ഓയിൽ ഇന്ത്യ, റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം. സഹകരണ വ്യവസായത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 2 അമുലാണ് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം. അടുത്തത്, സൂചനകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. മേൽ സൂചനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് എന്താണ്? 2 ശരി അല്ല എന്നതാണ് ഉത്തരം വരുന്നത്. 2 ശരിയല്ല. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയായിരുന്നു നിർമ്മിച്ചത്? ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ഇനി ഒന്നാമത്തേത് തന്നിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എന്ന്. അത് തെറ്റാണ്. ഉൽപാദന ശേഷിയുടെ കാര്യത്തിൽ ടിസ്കോനെ മറികടന്ന് JSW സ്റ്റീൽ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഉൽപാദകർ ആണ്. JSW സ്റ്റീൽ. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിന്റെ പേര് തിരിച്ചറിയുക. തന്നിരിക്കുന്നു ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിന്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. പ്രാദേശികവാദത്തിന്റെ പേര് തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ലൂ ആണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിന്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ലൂ. താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെന്ന് തിരിച്ചറിയുക. തന്നിരിക്കുന്ന ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, ആർട്ടിക് വൃത്തം.
ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. പ്രസ്താവന തന്നിരിക്കുന്നു മഹാനദി, പെരിയാർ, താപ്തി, ലോണി. മേൽ സൂചനകളിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക. അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉമാണ്. 2ഉം 3ഉം. പെരിയാർ, താപ്തി എന്നിവയാണ് അറബിക്കടലിൽ പതിക്കുന്നവ. പെരിയാർ, താപ്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഡൽഹിയാണ്. ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ന്യൂഡൽഹി, വാരണാസി. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം? ഇന്ത്യയുമായിട്ട് ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ദുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത്? ദേശീയ ജലപാത 2. ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. സാധ്യ മുതൽ ദുബ്രി വരെയുള്ള ദേശീയ ജലപാത ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ദേശീയ ജലപാത 2 ആണ്. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ: നെവശേവ, പാരാദീപ്, ഹാൽഡിയ, കട്ല. ഇവയിൽ നിന്ന് പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക. പശ്ചിമ തീര തുറമുഖങ്ങൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 4ഉമാണ്. നെവശേവ, കാട്ല എന്നിവയാണ് പശ്ചിമ തീര തുറമുഖങ്ങൾ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26 ആണ്. നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യ സുരക്ഷാ ബിൽ പാസാക്കിയത്? ഇന്ത്യൻ പാർലമെന്റ് ഭക്ഷ്യ സുരക്ഷാ ബിൽ പാസാക്കിയ വർഷം 2013 ആണ്. 2013. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏറ്റവും ആദ്യം സ്വത്തവകാശം എന്നത് മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നതായിരുന്നു. ഇപ്പോൾ സ്വത്തവകാശം നിയമാവകാശമാണ്. ഏത് ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായിട്ട് തീർന്നത്? ഓപ്ഷൻ എ ആണ്. 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. ഹൈക്കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏത് ഭാഗമാണ്? ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം 19 അനുച്ഛേദം 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം: ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനം ആയിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10 ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം? ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്.
മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണ്? മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. ഭൂമിയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏവ? ഭൂമിയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം. ഒരു ഉപഗ്രഹം ചന്ദ്രൻ. ഏറ്റവും വലിയ ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം. ഭൂമിയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ, ബി, സി എന്നിവ ശരിയാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി നീല നിറത്തിൽ കാണപ്പെടുന്നു, ശരിയാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഭൂമിയാണ്, ശരിയാണ്. ഭൂമിക്ക് ഒരു ഉപഗ്രഹമാണുള്ളത്, അത് ചന്ദ്രനാണ്, ശരിയാണ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം, തിളക്കമാർന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ശുക്രനാണ്. അടുത്തത്, നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത് ഏതാണ്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്, മംഗൾ പാണ്ഡെ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണെന്ന് പറഞ്ഞത്. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങൾ. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം, ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഓപ്ഷൻ ബി ആണ്, കേസരിയാണ്. കേസരി എന്ന പത്രം ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? അന്നപൂർണ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. തന്നിരിക്കുന്നു, സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി നൽകുന്നു. നഗരങ്ങളിലെ തൊഴിൽരഹിതർക്ക് പ്രയോജനം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. അന്നപൂർണ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 1, 2 എന്നിവ ശരിയാണ്. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 കിലോഗ്രാം അരി സൗജന്യമായിട്ട് റേഷൻ കട വഴി ലഭിക്കുന്നു. പരിപാടി ഏതാണ്? അന്നപൂർണ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത അനി ബസന്റ് ആണ്, അനി ബസന്റ്. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആരാണ്? അഭിലാഷ് ടോമിയാണ്, അഭിലാഷ് ടോമി. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്, ആനമുടി. ആനമുടിയുടെ ഉയരം വരുന്നത് 2695 മീറ്റർ ആണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? BR അംബേദ്കർ ആണ്, BR അംബേദ്കർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്, പൊയ്കയിൽ കുമാര ഗുരുദേവൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി ആര്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി മിന്നുമണിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ശരിയായത് ഏത്? ഭക്ഷ്യസുരക്ഷ.
ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. സബ്സിഡി കുറയ്ക്കുക. ഭക്ഷ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ശരി ആയത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ഏതാണ്? 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് നാടകമാണ്. നാടകത്തിന്റെ രചയിതാവ് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആരാണ്? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. നിക്കോളാസ് കോപ്പർനിക്കസ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടിയാണ്. ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആണ്. ജൂൺ 5. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ. കേരള നിയമസഭാ സ്പീക്കർ MN ഷംസീർ ആണ്. MN ഷംസീർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അരുണ ആസഫ് അലി. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം കുട്ടനാടാണ്. കുട്ടനാട്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീർ ആണ്. ജഹാംഗീർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. സ്റ്റേപ്പീസ്. ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? സ്കർവി. ജീവകം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് എന്ന് ചോദിക്കാറുണ്ട്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. അതുപോലെ വിറ്റാമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്. ബാക്ടീരിയ. എലിപ്പനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഓപ്ഷൻ എ മൃതസഞ്ജീവനി. വായുവിലൂടെ പകരുന്ന ഒരു രോഗം. വായുവിലൂടെ പകരുന്ന രോഗം. ഇവിടെ തന്നിരിക്കുന്ന ഡെങ്കിപ്പനി, ജലദോഷം, എലിപ്പനി, കോളറ. വായുവിലൂടെ പകരുന്നത് ജലദോഷം. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം സൈലന്റ് സ്പ്രിംഗ്. സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം. അത് ആരുടെ പുസ്തകമാണ്? റേച്ചൽ കാഴ്സന്റെ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് എന്നത്. 1972 അമേരിക്കയിലെ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. അപ്പോൾ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? DDT ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പാവൽ ഏതാണ്? പാവൽ. സങ്കരയിനം പാവൽ. പ്രിയങ്കയാണ്. പ്രിയങ്ക.
ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി. തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പിക്കൾച്ചർ. തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പിക്കൾച്ചർ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പിക്കൾച്ചർ. സെറികൾച്ചർ എന്താണ്? സിൽക്കാണ്. സിൽക്ക് ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സെറികൾച്ചർ. ക്യൂണികൾച്ചറോ? ക്യൂണികൾച്ചർ ശാസ്ത്രീയമായ രീതിയിലുള്ള മുയൽ വളർത്തലാണ്. മുയൽ വളർത്തൽ. പിസികൾച്ചറോ? മത്സ്യകൃഷിയാണ്. മത്സ്യകൃഷി ശാസ്ത്രീയമായ രീതിയിലുള്ള മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തൽ, സെറികൾച്ചർ സിൽക്ക് ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ക്യൂണികൾച്ചർ മുയൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, പിസികൾച്ചർ മത്സ്യോൽപാദനം ശാസ്ത്രീയമായ രീതിയിലുള്ള മത്സ്യകൃഷി. അടുത്തത്, സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി. സൈലന്റ് വാലി ദേശീയോദ്യാനം സിംഹവാലൻ കുരങ്ങാണ്. സിംഹവാലൻ കുരങ്ങ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലാണ്. അടുത്ത ചോദ്യം, അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കുവാൻ കഴിയും. എല്ലാ പദാർത്ഥങ്ങളിലും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3. ആറ്റോമിക സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ശരിയാണ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ബി ആണ്. പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്സിജന്റെ പ്രത്യേകത ശരിയായത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറം ഇല്ല. ഓക്സിജന്റെ പ്രത്യേകതയാണ് ജലത്തിൽ ലയിക്കുന്നു, ശരിയാണ്. കത്താൻ സഹായിക്കുന്നു, ശരിയാണ്. നിറമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. അലൂമിനിയത്തിന്റെ അയിരാണ്. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റ് എന്തിന്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുത്തിരിക്കുന്ന നിറം. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് എന്ത് നിറമാണ് കൊടുക്കുന്നത്? മഞ്ഞയാണ്, മഞ്ഞ. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി. മാസുമായിട്ട് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മാസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ്. ശരിയാണ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ശരിയാണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ശരിയാണ്. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരം. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ. വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രസ്താവന 3. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. എന്തുമായിട്ട്? വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട്
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന ഏതാണ്? വികിരണമാണ്. അടുത്ത് വരുന്ന 20 ചോദ്യങ്ങളും മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. സ്വയം ചെയ്ത് നോക്കുക, ആൻസർ ശരിയായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 82 ഓപ്ഷൻ ബി. 83ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 84 ഓപ്ഷൻ സി. 85ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 86 ഓപ്ഷൻ ഡി. 87 ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ സി. 89ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 91ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്, 26. 92 ഓപ്ഷൻ ഡി ആണ്, 9. 93 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 74 ആണ്. 94ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. 95 ഓപ്ഷൻ ബി ആണ്, 67. 96ാമത്തെ ചോദ്യം വരുന്നത് ഉത്തരം ഓപ്ഷൻ സി, 200 മീറ്റർ. 97 ഉത്തരം ഓപ്ഷൻ ബി ആണ്. 97ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 100. 98 ഉത്തരം ഓപ്ഷൻ ബി ആണ്, 40. 99ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. അവസാനത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്